പുസ്തകത്തിൽ ഉടനീളം വായിക്കുന്നത് അത്ഭുതങ്ങളെ ചെയ്യുന്ന, മനുഷ്യബുദ്ധിക്കെത്തും പിടിയും കിട്ടാത്ത, മാനുഷിക ചിന്തകൾക്കെത്തും പിടിയും കിട്ടാത്ത, ഈ ലോകത്തിലെ ശാസ്ത്രത്തിനെത്തും പിടിയും കിട്ടാത്ത സർവശക്തനാകുന്നൊരു ദൈവത്തെയാണ് ഞാൻ ഈ തിരുവെഴുത്തുകളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 11, 12, 13, 14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അബ്രഹാം സാറയും 100 വയസ്സ് എന്ന് വൃദ്ധരായി തീർന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയിരുന്നു. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുകയാണ്, യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? 14-ാമത്തെ വാക്യത്തിൽ ദൈവം ചോദിക്കുന്നു, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാഹചര്യങ്ങളെ കണ്ട്, അവസ്ഥകളെ കണ്ട്, ജീവിതത്തിന്റെ അനുഭവങ്ങളെ കണ്ട്, പരിധികളും പരിമിതികളും വെച്ചുകൊണ്ട് ഇതിനപ്പുറത്തേക്കൊന്നും നടക്കുകയില്ലെന്ന് ചിന്തകൾ കൊണ്ട് വിധി എഴുതിയ വ്യക്തികളോട് ദൈവാത്മാവ് ചോദിക്കുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈസ് എനിത്തിങ് too hard for the Lord? I believe, for nothing is impossible with my Lord Jesus Christ. Hallelujah. നാം പുതിയ നിയമ വിശ്വാസികളല്ലേ പ്രിയമുള്ളവരെ? നാം എല്ലാവരും പുതിയ നിയമ വിശ്വാസികളാണ്. ഈ പുതിയ നിയമസഭയ്ക്ക് നിഴലായി നിൽക്കുന്നതാണ് പഴയ നിയമ ഇസ്രായേൽ കൂട്ടം എന്ന് പറയുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ദൈവത്താൽ നയിക്കപ്പെട്ട ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് നിഴലാണ്. തിരുവെഴുത്തിൽ അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും അവരുടെ കത്തുകളിൽ, അവരുടെ ലെറ്ററുകളിൽ, അവർക്ക് ലഭിച്ച വെളിപ്പാടുകളിൽ അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ ഇസ്രായേൽ സഭയെ ഈ അത്ഭുതങ്ങളുടെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് വഴി നടത്തിയത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് പഴയ നിയമ ഇസ്രായേൽ സഭയുടെ ശുശ്രൂഷകനായ, ഇടയനായ, നേതാവായ മോശയെ ദൈവം വേർതിരിക്കുന്ന പശ്ചാത്തലം. അവിടെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് മോശയ്ക്ക് പ്രത്യക്ഷമായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ഇത് നാച്ചുറൽ അല്ല. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന കാഴ്ച എന്തെന്ന് കാണാൻ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്. അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് കാണാൻ, അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോശ അവിടെ എത്തി. അവിടെ എത്തുമ്പോഴാണ് അവൻ നോക്കേണ്ടതിന് വരുമ്പോൾ യഹോവ അവനെ കണ്ടപ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മോശ നാച്ചുറൽ അല്ലാത്ത, മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടാത്ത ഒരു സംഭവത്തിന്റെ നേർക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചത് കൊണ്ടാണ് അത് എന്തെന്നറിയാനായി അതിന്റെ അടുക്കലേക്ക് അവൻ ഓടി അണയുന്നത്. അവിടെയാണ് സർവശക്തനാകുന്ന ദൈവം മോശയോട് ഇടപെടുന്നത്. സാധാരണ മുൾപ്പടർപ്പ് കത്തിയാൽ, ആ ചെടിക്ക് തീ പിടിച്ചാൽ അത് കത്തിക്കരിഞ്ഞു പോകണം, അതിന്റെ ഇലകൾ വാടി പൊഴിഞ്ഞു പോകണം. പക്ഷേ ഒരു ചെടി നിന്ന് കത്തുന്നു, ഒറ്റ ഇലകൾ വാടുന്നില്ല, ഇലകളൊന്നും പൊഴിഞ്ഞു പോകുന്നില്ല. പക്ഷേ ശക്തമേറിയ ഒരു തീ അതിനകത്ത് കത്തി നിൽക്കുന്ന കാഴ്ച മോശ കാണുകയാണ്. ഇതെന്തെന്നറിയാൻ അതിന്റെ അരികിൽ ചെന്നവന്റെ കർണപുടങ്ങളിൽ ഒരു ശബ്ദം മുഴങ്ങുകയാണ്, മോശേ മോശേ എന്ന് സർവശക്തനാകുന്ന ദൈവം വിളിച്ചു. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മോശയുടെ കോളിങ്ങിനകത്ത് പോലും ഒരു സൂപ്പർ നാച്ചുറൽ വിഷനിലൂടെ, മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടാത്ത, സാധാരണമല്ലാത്ത, പ്രകൃതിയാതീതമായ ഒരു അത്ഭുതത്തിന്റെ നേർക്കാഴ്ചയിലൂടെയാണ് മോശയോടുള്ള ദൈവത്തിന്റെ ഇടപെടിയിൽ പോലും എന്നുള്ളത് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
പുറപ്പാട് 4:2 വരുമ്പോൾ, നമ്മളിപ്പോൾ വായിച്ചത് 3-ാം അധ്യായമാണ്, അതിന്റെ 4-2 വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ അവനോട് നിന്റെ കയ്യിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അത് സർപ്പമായി തീർന്നു. ഇനി അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വടി കയ്യിലെടുത്തുകൊള്ളുക, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. 18, 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ മോശ തന്റെ അമ്മയപ്പനായ യിത്രോവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രൈമിലെ എന്റെ സഹോദരന്മാർ അടുക്കൽ ചെന്ന് അവർ ജീവനോടെ ഇരിക്കുന്നു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. യിത്രോ മോശയോട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. പ്രിയരെ, 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ മിദ്യാനിൽ വെച്ച് മോശയോട് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുക, നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയവരെല്ലാവരും മരിച്ചുപോയി എന്ന് അരുളി ചെയ്തു. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. ശ്രദ്ധിക്കുക ഈ ഭാഗം, ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. പുറപ്പാട് 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിനകത്ത് യഹോവയാകുന്ന ദൈവം മോശയോട് പറയുകയാണ്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, ഒരു വടി, ജസ്റ്റ് എ റോഡ്. എന്തിനാണ് അവന്റെ കയ്യിൽ ആ വടി? ആസ് എ ഷെപ്പേർഡ്, അവൻ ഒരു ഇടയനാണ്, ആടുകളെ മേയിക്കുന്ന മനുഷ്യനാണ്. ഒരാട്ടിടയന്റെ കയ്യിൽ ആ വടി ഉണ്ടാകും. എന്തിനു വേണ്ടി? ആടുകളെ മേയിക്കാൻ, ദുഷ്ടമൃഗങ്ങളെ അടിച്ചോടിക്കുവാൻ, ഒരു പാമ്പും എല്ലാം വന്നാൽ അടിച്ചു കൊല്ലാൻ, പിന്നെ അതിന്റെ മുകളിലുള്ള ചുനിപ്പ്, അത്യാവശ്യം ഇലയോ തോലോ ഒക്കെ ഒന്ന് ചായച്ചു കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒരു സാധാരണ വടി ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം മോശയോട് പറയുകയാണ്, അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ വാക്കിന്റെ മുൻപിൽ, എന്റെ ഭാഷയിൽ കർത്താവ് എനിക്ക് തന്ന വെളിപ്പാടിൽ, ദൈവ സാന്നിധ്യത്തിൽ മോശ തന്റെ വടിയെ ഇട്ടു. ഒന്ന്, ദൈവത്തിന്റെ വാക്ക് അവൻ അനുസരിച്ചു. 2, ദൈവ സാന്നിധ്യത്തിനകത്ത് അവന്റെ വടിയെ ഇട്ടുകൊടുത്തു, ദൈവത്തിന്റെ മുൻപാകെ ഇട്ടുകൊടുത്തു. സത്യത്തിൽ മോശയുടെ കയ്യിലിരുന്ന വടി ഒരു നാച്ചുറൽ സ്റ്റിക്കാണ്, ഒരു നോർമൽ റോഡാണ്, ഒരു സാധാരണ വടിയാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, ആ വടി ദൈവത്തിന്റെ മുൻപിൽ അവൻ ഇട്ടുകൊടുത്തപ്പോൾ, അത് ദൈവ മുൻപാകെ സമർപ്പിച്ചപ്പോൾ, 20-ാമത്തെ വാക്യത്തിൽ ആ വടിയുടെ ടൈറ്റിൽ മാറി, അതിന്റെ അഡ്രസ് മാറി. അവൻ ദൈവത്തിന്റെ വടി കയ്യിലെടുത്തു എന്നായി. മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി തീർന്നു. ഇത് തമ്മിലൊരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, മോശയുടെ വടി ആടിനെ മേയിക്കാൻ, മോശയുടെ നാച്ചുറൽ ആയിട്ടുള്ള റോഡ് തോല് ചായച്ചു കൊടുക്കാൻ, ഇലകൾ ചായച്ചു കൊടുക്കാൻ, ദുഷ്ടമൃഗങ്ങളെ അടിച്ചോടിക്കാൻ, അത്യാവശ്യം പാമ്പിനെ തല്ലിക്കൊല്ലാൻ. പക്ഷേ മോശയുടെ വടി ദൈവത്തിന് ലഭിച്ചപ്പോൾ, ദൈവ സാന്നിധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ, ദൈവ മുൻപാകെ സമർപ്പിച്ചപ്പോൾ, അതിന്റെ ടൈറ്റിൽ മാറി, അത് ദൈവത്തിന്റെ വടിയായി തീർന്നപ്പോൾ, ഇപ്പൊ ഈ വടി പാമ്പിനെ തല്ലിക്കൊല്ലാനല്ല ഉപയോഗിക്കുന്നത്. ഈ വടി ഇപ്പൊ പാമ്പിനെ വിഴുങ്ങും. ഈ വടി ഇപ്പോൾ അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിലെ ദൈവം അത്യത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരിക്കുന്നത് പോലെ തന്നെ അവന്റെ സാന്നിധ്യത്തിൽ, അവന്റെ കരത്തിൽ അവനൊരു വ്യക്തിയോ വസ്തുവിനെയോ കിട്ടിയാൽ അവൻ അതിനെയും അത്ഭുതമാക്കി തീർക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ ഞായറാഴ്ച ഈ സന്ദേശം നീ കേട്ടോണ്ടിരിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന് നിന്നെ ലഭിച്ചാൽ, വചന ധ്യാനത്തിങ്കൽ ദൈവത്തിന് നിന്നെ ലഭിച്ചാൽ, നീ സ്വർഗത്തിലെ ദൈവത്തിന് അവൈലബിൾ ആയാൽ, അവന്റെ സാന്നിധ്യത്തിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഒരത്ഭുതമാക്കി തീർക്കാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 20, 21 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പഴയ നിയമ ഇസ്രായേൽ സഭയെ ദൈവം എത്ര അത്ഭുതകരമായി നടത്തിയെന്ന് നിങ്ങൾ കാണുക. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കുക, സ്തോത്രം, ഒരു കൂട്ടർക്ക് രാത്രി, കുറച്ച് ആൾക്കാർക്ക് രാത്രി, തൊട്ടിപ്പുറത്ത് നിൽക്കുന്നവർക്ക് പകല്. ഇതൊക്കെ നാച്ചുറൽ കാര്യമൊന്നും അല്ല. ഇതൊന്നും മനുഷ്യബുദ്ധിക്ക് എത്തും പിടിയും കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം, എൻ്റെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് പകല്, 5 കിലോമീറ്റർ ഇപ്പുറത്ത് രാത്രി. ഇത്
ഇതെങ്ങനെയാണ് നാച്ചുറൽ ആകുന്നത്? ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ കൊണ്ടു നടക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ ദൈവിക വാഗ്ദത്തങ്ങളുടെ കലവറയായ വിശുദ്ധ വേദപുസ്തകം അത്ഭുതങ്ങൾ കൊണ്ട് നിറയപ്പെട്ട പുസ്തകമാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മോശ കടലിൻ്റെ മേൽ കൈനീട്ടി, യഹോവാന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലം പോലെയായി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിലൂടെ ആ ഉണങ്ങിയ നിലത്തുകൂടെ എന്ന വണ്ണം കടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും ഈ പെരുവെള്ളം മതിൽ പോലെ മതിലായി നിന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, തീ ചെടിക്കകത്ത് കത്തുന്നു, ഇല വാടുന്നില്ല, നാച്ചുറലാണോ? നിങ്ങൾ പറയൂ. ഒരു മനുഷ്യന്റെ കയ്യിൽ കൊണ്ടു നടന്ന വടി, പാമ്പിനെ അടിച്ചു കൊല്ലാൻ, മൃഗങ്ങളെ വിരട്ടി ഓടിക്കാൻ ഉപയോഗിച്ചിരുന്ന വടി ഇപ്പോ പാമ്പിനെ വിഴുങ്ങുന്നു. അത് ഒരു നദിയെ തൊട്ടാൽ നദി രക്തമായി തീരുന്നു. അതിനേക്കാളെല്ലാം ഉപരിയായി ഈ മനുഷ്യൻ കരമുയർത്തി വടി ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വലിയ ആർത്ത് വിളിച്ചു നിൽക്കുന്ന ഒരു മഹാസാഗരം, ഒരു കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ട് ചിറ പോലെ രണ്ട് സൈഡിലും വെള്ളം ഉയർന്നു നിന്ന് തരിശുഭൂമി പോലെ നിലമാക്കി അതിൻ്റെ നടുവിലൂടെ ഈ ജനത്തെ ദൈവം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, വേൾഡിലെ മാപ്പിലോ ഭൂപടത്തിലോ GPS-ലോ ഒന്നും ഇല്ലാത്ത ഒരു അത്ഭുതത്തിന്റെ വഴി അവരുടെ മുമ്പിൽ സ്വർഗം അവർക്കായി തുറന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത് അതറിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പ്രസംഗിക്കാൻ. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഡു യു ബിലീവ് ദിസ് തിങ്, ദിസ് വേർഡ് ഓഫ് ഗാഡ്? നിങ്ങൾക്ക് ഈ വചനം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ദ ബിലീവർ, യു ആർ ദ സൺ ഓഫ് ഗാഡ്, യു ആർ ദ ട്രൂ ക്രിസ്ത്യൻ. നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായും ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിങ്ങൾ ഇത് വിശ്വസിക്കണം. ഇത് സത്യമാണ്. നിങ്ങൾക്കറിയാമോ, ഇതൊന്നും സത്യമല്ല, ഇതൊന്നും നേരല്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം അമ്പോ പരാജയപ്പെട്ടെന്നേ. ഈ പുസ്തകത്തെ ഒതുക്കാൻ നോക്കിയവരെല്ലാം ഒതുങ്ങിയെന്നേ. പക്ഷെ ഇന്നും ഈ പുസ്തകം അതിൻ്റെ നിലകളിൽ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്നും ഈ പുസ്തകം ലോകമെമ്പാടും മനുഷ്യകരങ്ങളിൽ ദൈവവചനമായി തിളങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്ത ഈ ദൈവത്തെയും അവന്റെ വചനത്തെയും വിശ്വസിക്കാമോ? മോശയുടെ കാലത്ത് ചെങ്കടൽ വിഭാഗിച്ച ദൈവം പ്രായം ചെന്ന് വയസ്സുമൂത്ത് മരിച്ചില്ല, മരിച്ചുപോയില്ല മാമേ. Still that God is alive. ഈ ദൈവം ഇന്ന് പകലിലും ജീവിക്കുന്നു, ഈ നിമിഷവും ജീവിക്കുന്നു. നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ദൈവം ദൈവമല്ലാതാകുന്നില്ല. നീ സംശയിക്കുന്നത് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ വിശ്വസിക്കുന്നവരാൽ ഇന്നും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. Still this God is working.